ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് വെച്ചാൽ പുള്ളാണ്. അപ്പോൾ നമുക്ക് പുഷാണ് ലാസ്റ്റ് കഴിഞ്ഞ്, അതായത് ഇന്നലെ നമ്മൾ വോക്കിന് പോയി 10 കിലോമീറ്റർ. അതിന് മുന്നത്തെ ദിവസം നമ്മൾ പുഷാണ് ചെയ്തത്. അപ്പം ഇന്ന് പുള്ളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ പുള്ളപ്പിലാണ്. നമുക്ക് വാപ്പും കാര്യങ്ങളും കഴിഞ്ഞു നമുക്ക് പുള്ളപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ പുള്ളപ്പിന് പകരം ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്യുക. പക്ഷെ നമ്മളെ പുള്ളപ്പിൻ്റെ കൗണ്ട് ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളപ്പിൻ്റെ കൗണ്ട് നല്ലോണം കൂട്ടണം. അതുപോലെ തന്നെ പുഷപ്പ് നമുക്ക് 20 ഇപ്പം പോകുന്നുണ്ട്, പക്ഷേ പുള്ളപ്പ് 4-5 പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ കൗണ്ട് എന്തായാലും നമുക്കിന്ന് കൂട്ടണം. ഇന്നല്ല, നമുക്കിനി അങ്ങോട്ട് കൂട്ടണം. ഓക്കെ, ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5ൻ്റെ മുകളിൽ പോവുമായിരിക്കും. ചിലപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനി കൂട്ടണം. അപ്പോൾ അതിനി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളപ്പ് ബാറ് വീട്ടിൽ ഉണ്ടാക്കുക. അതായത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കുക. ഒന്നിക്ക് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വാങ്ങേണ്ടി വരും നമ്മൾ. അപ്പോൾ വീട്ടിൽ നിന്ന് പുള്ളപ്പ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നമ്മളെ കൗണ്ടും കൂടും, നമുക്ക് നല്ല വൃത്തിക്ക് പുള്ളപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, നല്ല വൃത്തിയിൽ കൗണ്ട് കൂട്ടാൻ പറ്റും. അതായത് നമ്മൾ രാവിലെ എണീച്ചപ്പോഴും പുഷപ്പും പുള്ളപ്പും ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, നമുക്ക് പുള്ളപ്പ് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നമുക്ക് 6 പോകുന്നില്ല, അതും കഷ്ടിച്ചാൽ പോകുന്നത്. കുറച്ചും കൂടെ കിട്ടണം. പിന്നെ നമ്മൾ പുള്ളപ്പ് സപ്പോർട്ട് ചെയ്ത്, അതായത് ഞാൻ അന്ന് കാണിച്ച മെഷീനിൽ സപ്പോർട്ട് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും അതിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. ഇതാകുമ്പോൾ ബോഡി വെയ്റ്റിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് റിസൾട്ട് ഉണ്ടാക്കുക, കുറച്ചും കൂടെ കൗണ്ടും. നമ്മൾ മറ്റേൽ ചെയ്താൽ അതിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഒന്നെങ്കിലും ഒരു കറക്റ്റ് ഫോമിൽ എടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. വീട്ടിലൊരു പുള്ളപ്പ് ബാർ ഉണ്ടാകുന്ന നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ പുള്ളപ്പ് ചെയ്യുക. നമ്മൾ പുള്ളപ്പ് കൗണ്ട് കൂടുകയും ചെയ്യും. രാവിലെ എണീറ്റാൽ പുഷപ്പും പുള്ളപ്പും ചെയ്യുക. അപ്പം നമുക്ക് നല്ല വൃത്തി പിന്നെ കൂട്ടാനും പറ്റും. ഒരു 50-100 എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, പുള്ളപ്പും പുഷപ്പൊക്കെ. പക്ഷേ ആവുമെന്നറിയില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, 1 നമ്മൾ 2ലേക്ക് എത്തുന്നവരെ നമ്മളിപ്പോൾ ബോഡി നമ്മൾ പുഷ് ചെയ്യുക. ഓക്കെ, ഇതാണ് സീറ്റ് അട്രോൻ്റെ മെഷീൻ. അപ്പം നമ്മൾ ഇതടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ 30 വെയിറ്റ് ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞതിലും സെയിം വെയിറ്റാണ്. ഇനി രണ്ടാമത്തെ സെറ്റിൽ ഇതിനെയും ഒരു 35 ആക്കും. സോ നമ്മൾ മെല്ലെ വെയിറ്റ് കൂട്ടുന്നുള്ളൂ. വേഗം തിരക്കിട്ട് വെയിറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. മെല്ലെ നമ്മൾ വെയിറ്റ് കൂട്ടിയാൽ മതി. ഓക്കെ, നമുക്കിത് എന്തായാലും ചെയ്യാം. വെയിറ്റ് 35 ആക്കിയിട്ടുണ്ട്. 35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളെ നെക്സ്റ്റ് വർക്കൗട്ട് പറഞ്ഞാൽ ഇതാണ് ടീ ബാറ്. സോ നമ്മളിതിൽ 15 കിലോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 15 കിലോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെനിക്ക് അതായത് ഇപ്പം മറ്റുള്ളവർ നല്ല ഓവർ വെയിറ്റ് എടുത്തുന്ന പോലെ അത് നമ്മൾ ട്രൈ ചെയ്ത് നിന്നാൽ ഒന്നിക്ക് നമ്മളെ എവിടെയെങ്കിലും ഇഞ്ചുറി ആയിട്ട് പണി കിട്ടും. അതിനെക്കാട്ടും നല്ല നമുക്കാവുന്ന വെയിറ്റ് എടുത്തിട്ടാ, എന്നിട്ട് അത് നല്ല ക്ലീനായിട്ട് അടിക്കുക. അതായത് നല്ല വൃത്തിക്ക് അടിക്കുക, വൃത്തിക്ക് വർക്കൗട്ട് ചെയ്യുക. അതായിരിക്കും നല്ലത്. കാരണം ഓവർ വെയിറ്റ് നമ്മളിപ്പം ഇടാനായിട്ടില്ല. നമ്മൾ ഓരോ വെയിറ്റും ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ അടുത്ത വെയിറ്റിലേക്ക് പോകണം. 4ാമത്തെ വർക്കൗട്ടായി. അപ്പം 3 തീർത്തു. ഫസ്റ്റ് നമ്മൾ 4 സെറ്റ് ചെയ്ത്, പിന്നെ 3 സെറ്റ്, പിന്നെ ആദ്യം 4 സെറ്റ്, ഇനി ഇത് 3 സെറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ബൈസെപ്സ് വർക്കൗട്ടും കൂടി ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ അധികം കാര്യങ്ങൾ പറയാത്തതെന്ന് വെച്ചാൽ വർക്കൗട്ടിൻ്റെ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലോണം കാര്യം പറയാം. പിന്നെ
പാട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അധിക കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യില്ല. എനിക്കിപ്പം ഒരു പണി കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന് വെച്ചാൽ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പ്രശ്നം. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ വേറെ വഴിയില്ല, എന്താ ചെയ്യലറിയാം, നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് ചെയ്യാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം ലാസ്റ്റ് ആകുമ്പോൾ റപ്പ് പോകില്ല. അപ്പം നിങ്ങൾ എന്താക്കണം എന്ന് വെച്ചാൽ മുക്കിയിട്ടായാലും ചെയ്യണം, അത് പോയിപ്പിക്കണം. എന്നാലേ നിങ്ങൾക്ക് അടുത്ത റപ്പിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കൗണ്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, സോ നമ്മളെ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചാൽ ബാർബെൽ കർൾ ബൈസെപ്സ്. അപ്പോൾ നമ്മളെ ബാക്ക് വർക്കൗട്ട് കഴിഞ്ഞു ബൈസെപ്സ്. ഓക്കെ, സ്റ്റാർട്ട് നമ്മൾ കൈ കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ഈ ലോകത്ത്, അതായത് ഇങ്ങനെ ആകാൻ പാടില്ല, ഇങ്ങനെ ആകാൻ പാടില്ല. നേരെ പിടിക്കുക, പൊക്കുക, നല്ല താക്കുക. 1 2 3 4 5 6 7 അവസാനം നമുക്കിങ്ങനെ പോകാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 12 സെറ്റ് അടിക്കുക. എങ്ങനെ പോയാലും 15 സെറ്റിലേക്ക് എത്തിക്കാൻ നോക്കണം. അല്ലാതെ 12 സെറ്റ് അടിച്ച് അവിടെ വെക്കരുത്. അതുപോലെ തന്നെ നല്ല കൺട്രോൾ ചെയ്ത് മെല്ലെ ചെയ്താൽ മതി, ഒരു തിരക്കില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ബൈസെപ്സിന് ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല വമ്പായി കിട്ടുമെന്ന് വെച്ചാൽ നല്ല വമ്പായി കിട്ടും. നെക്സ്റ്റ് വർക്കൗട്ട് ഹാമർ ചെയ്യാം. ഹാമർ കളിക്കുന്നത് അധികം ശരിയാണെന്ന് പറയില്ല, അതിൻ്റെ പൊസിഷൻ ശരിയാക്കാനുണ്ട്. ഓക്കെ, സോ റോപ്പ് ചെയ്യുമ്പോൾ വരെയൊക്കെ ആവുന്നുണ്ട്, ഡംബിൾ ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് പോലെ അങ്ങ് പോകുന്നുണ്ട്. സോ അത് നമുക്കിനി പൊസിഷൻ നോക്കി ശരിയാക്കണം. അപ്പം നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ ഹാമർ കളായിരുന്നു. അപ്പം അത് ഫുള്ള് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ജിമ്മിൽ നിന്ന് നേരെ സ്ട്രെച്ചിങ്ങും ചെയ്ത് നേരെ വീട്ടിലെത്തി. പിന്നെ കാർത്തിക്കും പ്രണവും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, അഭയ്. നമ്മളായിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ പോയി. അത് എടുത്തിട്ടില്ല, ചായ അല്ല ലൈം ടീ കുടിച്ചേ. പിന്നെ നമ്മൾ എണ്ണക്കടികളെല്ലാം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും കഴിച്ചില്ല. അപ്പം നാളെ ഒരു നല്ലൊരു വ്ളോഗ് വരുന്നുണ്ട്. അപ്പം ആ വ്ളോഗിനെ കാത്തിരിക്കുക. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.